ഹായ് ഓൾ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേരള PSC പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള തേർഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ തുടങ്ങാം. വാട്ട് ഈസ് കോൾഡ് ദ നാഷണൽ ലൈബ്രറി അസോസിയേഷൻ? അസോസിയേഷൻ ഓഫ് ലൈബ്രറി പേഴ്സണൽ ഓഫ് നാഷണൽ ലെവൽ, ദേശീയ തലത്തിലുള്ള ലൈബ്രറി ജീവനക്കാരുടെ സംഘടന. എ നാഷണൽ ലൈബ്രറി അസോസിയേഷൻ എന്നത് ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ രൂപീകരിക്കപ്പെട്ട ലൈബ്രറിയൻസിനെയും ലൈബ്രറി പ്രൊഫഷണൽസിനെയും ദേശീയ തലത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഘടനയാണ്. ഇത് ആ രാജ്യത്തിലെ ലൈബ്രറിയൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്, ലൈബ്രറിയൻസ് തമ്മിലുള്ള കോപ്പറേഷൻ എന്നിവയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ക്വാർട്ടർലി ജേർണൽ ഓഫ് ILA? ജില, ജേർണൽ ഓഫ് ഇന്ത്യൻ ലൈബ്രറി അസോസിയേഷൻ. ഇന്ത്യൻ ലൈബ്രറി അസോസിയേഷൻ പബ്ലിഷ് ചെയ്യുന്ന റിസർച്ച് ജേർണലാണ് ജില, ജേർണൽ ഓഫ് ഇന്ത്യൻ ലൈബ്രറി അസോസിയേഷൻ. ഇത് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾസും അക്കാഡമിക് സ്റ്റഡീസുമാണ് പബ്ലിഷ് ചെയ്യുന്നത്. ലൈബ്രറിയൻസിനും റിസർച്ചേഴ്സിനും അവരുടെ റിസർച്ച് ഫൈൻഡിങ്സും പ്രൊഫഷണൽ ഐഡിയാസും പങ്കുവയ്ക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ജില പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, reading centers, story hours, exhibitions and reading to illiterates are forms of both A and B, extension service and service of a public library. Storytelling sessions, reading centers, എക്സിബിഷൻസ് പോലെയുള്ള ആക്ടിവിറ്റീസ് റെഗുലർ ലൈബ്രറി എൻവയോൺമെൻറ്റിന് പുറത്തുള്ള ജനങ്ങളിലേക്ക് ലൈബ്രറിയുടെ സർവീസസ് എത്താൻ വേണ്ടി ലൈബ്രറീസ് ഓർഗനൈസ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. ഇവയാണ് എക്സ്റ്റൻഷൻ സർവീസസ് എന്ന് വിളിക്കുന്നത്. ഇത്തരം സർവീസസ് കൂടുതലായി പബ്ലിക് ലൈബ്രറീസ് ആണ് ഓഫർ ചെയ്യുന്നത്. ഇതുപോലുള്ള എക്സ്റ്റൻഷൻ സർവീസസ് ആക്ടിവിറ്റീസ് വഴി ലൈബ്രറീസ് റീഡിംഗ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എൻകറേജ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ലൈബ്രറി യൂസ്. നെക്സ്റ്റ്, ദ മോഡൽ പബ്ലിക് ലൈബ്രറി ആക്ട് വാസ് പ്രസൻറ്റഡ് ബൈ SR രംഗനാഥൻ ഇൻ 1930 അറ്റ് ഏഷ്യൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ്. മോഡൽ ലൈബ്രറി ആക്ട് അവതരിപ്പിച്ചത് ഡോക്ടർ SR രംഗനാഥനാണ്. അദ്ദേഹം ഈ ആക്ട് ആദ്യമായി 1930 ബനാറസിൽ നടന്ന ഓൾ ഏഷ്യ എഡ്യൂക്കേഷണൽ കോൺഫറൻസിൽ ഒരു കോൺഫറൻസ് പേപ്പറായിട്ടാണ് പ്രസൻറ്റ് ചെയ്തത്. പിന്നീട് അദ്ദേഹം അത് റിവൈസ് ചെയ്ത് മോഡൽ പബ്ലിക് ലൈബ്രറി ആക്റ്റായി രൂപപ്പെടുത്തി. മോഡൽ പബ്ലിക് ലൈബ്രറി ആക്ടിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ്: സംസ്ഥാനത്തെ അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് തുടങ്ങിയ എല്ലാ മേഖലകൾക്കും ഒരു ഓർഗനൈസ്ഡ് പബ്ലിക് ലൈബ്രറി സിസ്റ്റം രൂപീകരിക്കണമെന്ന് ഈ മോഡൽ ആക്ട് നിർദ്ദേശിച്ചു. മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കണം സ്റ്റേറ്റ് ലൈബ്രറി അതോറിറ്റി എന്ന് മോഡൽ ആക്ട് നിർദ്ദേശിച്ചു. സ്റ്റേറ്റ് ലൈബ്രറി കമ്മിറ്റി രൂപീകരിക്കണമെന്നും നിർദ്ദേശിച്ചു. ലോക്കൽ ലൈബ്രറി അതോറിറ്റി രൂപീകരിക്കണമെന്നും മോഡൽ ആക്ടിൻ്റെ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, എക്സ്റ്റൻഷൻ സർവീസ് ഇസ് എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് പബ്ലിക് ലൈബ്രറി. എക്സ്റ്റൻഷൻ സർവീസ് എന്നത് ലൈബ്രറിയുടെ സേവനങ്ങൾ ഒരു ലൈബ്രറി കെട്ടിടത്തിനുള്ളിൽ മാത്രം ഒതുങ്ങാതെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സേവനങ്ങളെയാണ്. പബ്ലിക് ലൈബ്രറി എല്ലാവർക്കും വേണ്ടിയുള്ള ലൈബ്രറിയാണ്. എന്നാൽ എല്ലാവർക്കും നേരിട്ട് ലൈബ്രറിയിൽ എത്താൻ കഴിയണമെന്നില്ല. പ്രായമായവർ, ഡിഫറൻ്റ്ലി ഏബിൾഡ്, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളവർ എന്നിവർക്കും ലൈബ്രറി സർവീസസ് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പബ്ലിക് ലൈബ്രറീസ് എക്സ്റ്റൻഷൻ സർവീസസ് ഓർഗനൈസ് ചെയ്യുന്നത്. പബ്ലിക് ലൈബ്രറികളിൽ നടത്തുന്ന ചില എക്സ്റ്റൻഷൻ സർവീസസ് ആണ് മൊബൈൽ ലൈബ്രറി, ബുക്ക് എക്സിബിഷൻ, റീഡിംഗ് പ്രോഗ്രാംസ്, ഔട്ട്റീച്ച് സർവീസസ്, ബുക്ക് ഡെലിവറി സർവീസസ്, ലൈബ്രറി അവയർനെസ് പ്രോഗ്രാംസ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് ആണ് ലൈബ്രറി സർവീസസ് ജനങ്ങളിലേക്ക് എത്തിക്കുക, റീഡിംഗ് ഹാബിറ്റ് വളർത്തുക, ലൈബ്രറി ഉപയോഗം വർദ്ധിപ്പിക്കുക, സൊസൈറ്റിയിലെ എല്ലാ സെക്ഷൻസിലേക്കും നോളേജ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, വിച്ച് എക്സ്പ്രഷൻ ഡിഡ് SR രംഗനാഥൻ യൂസ് to describe a mobile library service? ലൈബ്രറി ഓൺ വീൽസ്. ലൈബ്രറി ഓൺ വീൽസ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളുമായി വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ച് ലൈബ്രറി സർവീസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വെഹിക്കിൾ എന്നാണ്. ഗ്രാമപ്രദേശങ്ങളിലും ലൈബ്രറിയിൽ നേരിട്ട് എത്താൻ കഴിയാത്ത ആളുകളിലേക്കും പുസ്തകങ്ങളും ലൈബ്രറി സേവനങ്ങളും എത്തിക്കാനാണ് ഈ ആശയം അവതരിപ്പിച്ചത്. നെക്സ്റ്റ്, ഇതിനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു ടേമാണ് ലിബ്ര ചെയിൻ. ഈ ലിബ്ര ചെയിൻ എന്ന ടേം SR രംഗനാഥൻ പിന്നീട് 1962 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ലൈബ്രറി പ്ലസ് മെഷീൻ എന്ന 2 വേർഡ്സ് ചേർത്തുണ്ടാക്കിയ ഒരു പോർട്ട്മാൻറ്റോ വേർഡാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് മെക്കനൈസ്ഡ് ഓർ ഓട്ടോമേറ്റഡ് ലൈബ്രറി സർവീസസ്.
നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏതാണ് മാക്സിമം ഔട്ട്പുട്ട് നേടുക എന്ന ഒബ്ജക്റ്റീവ് ഉള്ളത്? മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ലക്ഷ്യം അവൈലബിൾ റിസോഴ്സസ് ഏറ്റവും എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റായി ഉപയോഗിച്ച് മാക്സിമം ഔട്ട്പുട്ട് നേടുക എന്നതാണ്. മിനിമം വേസ്റ്റ് ആൻഡ് മാക്സിമം ഔട്ട്പുട്ട് എന്നതാണ് ഇവിടുത്തെ പ്രധാന ആശയം. നെക്സ്റ്റ്, ഹൂ പ്രൊപ്പൗണ്ടഡ് മാനേജ്മെൻറ്റ് തിയറി ഓഫ് ഹ്യൂമൻ റിലേഷൻസ്? എൽട്ടൺ മായോ. 1920s 1930s വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയിൽ നടത്തിയ ഫേമസ് ഹോത്തോൺ സ്റ്റഡീസിലാണ് എൽട്ടൺ മായോയും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സും ഹ്യൂമൻ റിലേഷൻ തിയറി ഡെവലപ്പ് ചെയ്തത്. ഹ്യൂമൻ റിലേഷൻ തിയറിയിൽ വർക്ക് പ്ലേസിലെ ഹ്യൂമൻ ബിഹേവിയർ, ഇൻഡിവിജ്വൽ നീഡ്സ്, സോഷ്യൽ റിലേഷൻഷിപ്പ് എന്നിവയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് സാലറി മാത്രം കൊണ്ടല്ല, അവർക്ക് ഒരു റെക്കഗ്നിഷൻ, സോഷ്യൽ ഇൻറ്ററാക്ഷൻ, ഗ്രൂപ്പ് ബിലോങ്ങിങ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ തുടങ്ങിയവയും പ്രൊഡക്ടിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ തിയറി പറയുന്നത്. പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്സ് വെൻ വർക്കേഴ്സ് ഫീൽ വാല്യൂഡ്, ഇൻവോൾവ്ഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് ഇൻ ദെയർ വർക്ക് എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷൻ്റെ സ്പിരിറ്റ് ആണെങ്കിൽ ഒരു ലൈബ്രറിയുടെ ഓർഗനൈസേഷൻ ഈസ് ഇക്വേറ്റഡ് ടു ബ്രെയിൻ. ഒരു ലൈബ്രറിയെ ഒരു ഹ്യൂമൻ ബോഡി ആയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. നമ്മുടെ ബോഡിയിൽ വിവിധ ഓർഗൻസ് പല ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അവയെല്ലാം കോർഡിനേറ്റും ഡയറക്റ്റ് കൺട്രോളും ചെയ്യുന്നത് ബ്രെയിൻ ആണ്. അതുപോലെ ഒരു ലൈബ്രറിയിലും പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അക്വിസിഷൻ, കാറ്റലോഗിങ്, സർക്കുലേഷൻ, റെഫറൻസ് സർവീസസ്. ഇവയെല്ലാം ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് ലൈബ്രറി ഓർഗനൈസേഷൻ ആണ്. Organization coordinates library functions. So, management is the spirit. Organization is the brain. Next, the premier institution for prescribing standards in India is Bureau of Indian Standards. Bureau of Indian Standards (BIS) ഇന്ത്യയുടെ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ബോഡിയാണ്. രാജ്യത്തെ വിവിധ ഗുഡ്സ്, സർവീസസ്, പ്രൊഡക്ട്സ്, സിസ്റ്റംസ് എന്നിവയ്ക്കുള്ള സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യുന്നത് BISൻ്റെ പ്രധാന ഫംഗ്ഷനാണ്. പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി, സേഫ്റ്റി, റിലയബിലിറ്റി എന്നിവ ഉറപ്പാക്കുന്നതിൽ BISന് പ്രധാന പങ്കുണ്ട്. BIS വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട് 1986. ഇത് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് എസ്പെരിറ്റ് ഡെ കോർപ്സ്? ടീം വർക്ക്. എസ്പിരിറ്റ് ഡി കോർപ്സ് എന്നത് ഒരു ഫ്രഞ്ച് ഫ്രേസാണ്. ഇതിൻ്റെ അർത്ഥം ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് യൂണിറ്റി എന്നാണ്. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് തമ്മിൽ ഹാർമണി, കോപ്പറേഷൻ, യൂണിറ്റി, മ്യൂച്വൽ ട്രസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കണമെന്നാണ് ഈ പ്രിൻസിപ്പിളിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലെ ഒരു പ്രിൻസിപ്പിളാണ്. ടീം മാനേജറിൻ്റെ പ്രധാന റെസ്പോൺസിബിലിറ്റീസിൽ ഒന്നാണ് എംപ്ലോയീസിൽ ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നത്. എംപ്ലോയീസ് തമ്മിൽ നല്ല കോപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെ മോറലും പ്രൊഡക്ടിവിറ്റിയും മെച്ചപ്പെടും, ടീം വർക്ക് വർദ്ധിക്കും, ഓർഗനൈസേഷൻ കൂടുതൽ എഫിഷ്യൻ്റായും പ്രവർത്തിക്കും. നെക്സ്റ്റ്, ഹൂ ഹാസ് ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ് ഇൻ ദ ലൈബ്രറി? ലൈബ്രറിയൻ. ഒരു ലൈബ്രറി ഓർഗനൈസേഷൻ്റെ ഹെഡാണ് ലൈബ്രറിയൻ. ലൈബ്രറിയുടെ പോളിസീസ്, സർവീസസ്, കളക്ഷൻ ഡെവലപ്മെൻറ്റ്, സ്റ്റാഫിംഗ്, ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ പ്രധാന കാര്യങ്ങളിൽ ഡിസിഷൻസ് എടുക്കാനുള്ള പ്രൈമറി അതോറിറ്റി ലൈബ്രറിയൻസിനാണ്. സെക്ഷൻ ഇൻചാർജിനും അസിസ്റ്റൻറ്റ് ലൈബ്രറിയൻസിനും അവരുടെ റെസ്പെക്റ്റീവ് സെക്ഷൻസിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ മാനേജ് ചെയ്യാൻ കഴിയും. പക്ഷേ മേജർ ആൻഡ് ഫൈനൽ ഡിസിഷൻസ് നോർമലി ലൈബ്രറിയൻസ് ആണ് എടുക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ലൈബ്രറീസ്? സ്ട്രക്ചർ ഓഫ് ലൈബ്രറി. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലൈബ്രറിയിലെ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഡ്യൂട്ടീസ്, അതോറിറ്റി, കമ്മ്യൂണിക്കേഷൻ എന്നിവ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നതാണ്. ഒരു ലൈബ്രറിയിൽ ആരാണ് ആരുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്, ആരാണ് എന്ത് ജോലി ചെയ്യുന്നത്, ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആരിലാണ്, ഇൻഫർമേഷൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് ഹൈറാർക്കി ഓഫ് സ്റ്റാഫ്, സ്റ്റാഫിൻ്റെ സ്ഥാനക്രമം, ഡിവിഷൻ ഓഫ് വർക്ക്, ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള ജോലി വിഭജനം, അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, അതോറിറ്റി, ആരാണ് ഡിസിഷൻ എടുക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ എങ്ങനെ ഫ്ലോ ചെയ്യുന്നു. ഇത് ലൈബ്രറി ബിൽഡിങ്ങിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറിനെയോ
ലൈബ്രറി പ്രവർത്തിക്കുന്ന പാരൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറിനെയോ അല്ല മീൻ ചെയ്യുന്നത്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ ലൈബ്രറിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫങ്ഷണൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.